നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമാ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മണിരത്നം കമലഹാസൻ ടീമിൻ്റെ തഗ് ലൈഫിനെ കുറിച്ചാണ്. മണിരത്നവും കമലഹാസനും മാത്രമല്ല AR റഹ്മാനും ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നു. ഈ പ്രോജക്റ്റിൽ കമലഹാസനെ കൂടാതെ സിലംബരസൻ ഒരു മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നു. ഈ റോൾ നേരത്തെ ദുൽഖർ സൽമാൻ വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ ദുൽഖർ ഈ വേഷം വേണ്ടെന്ന് വെച്ചിരുന്നു. ദുൽഖറിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഇതെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത്. ഇന്ത്യൻ പ്രേക്ഷകരുടെ ദ വിൻവേലി നായകൻ ഇത് തിരിച്ചെത്തുന്നു. ആഘോഷത്തിനിടയിൽ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ട്രെയിലർ നമുക്ക് നൽകുന്നത്. സിൻഡിക്കേറ്റുകളുടെ ഒരു ലോകമാണ് തഗ് ലൈഫ് അനാവരണം ചെയ്യുന്നത്. ഏറെ ദുഷ്കരവും അപകടകരവുമായ ഒരു ലോകത്ത് നടക്കുന്ന കഥാതന്തു. കമൽഹാസൻ അവതരിപ്പിക്കുന്ന രംഗവേൽ ശക്തിവേൽ നായ്ക്കരെ ചുറ്റിപ്പറ്റിയാണ് തഗ് ലൈഫിൻ്റെ കഥ വിടരുന്നത്. സംഘടിത കുറ്റകൃത്യങ്ങളുടെ ഇരുണ്ട വലയിൽ കുടുങ്ങിയ ഒരു ശക്തനും നിഗൂഢനുമായ വ്യക്തിയായി അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു. എമ്പുരാന് സമാനമാണ് ഇപ്പോൾ ടീസർ നൽകുന്ന ആ ഫീൽ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് ആഗോള ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ച നൽകുന്ന ട്രെയിലർ. ഇവിടെയാണ് ജപ്പാനിലെ സംഘടിത കുറ്റകൃത്യ സംഘങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശം യാക്കുസ വരുന്നത്. യാക്കുസ എന്ന പദം കമൽഹാസൻ പ്രയോഗിക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നു. ജപ്പാനിലെ ഏറ്റവും വലിയ സംഘടിത ഗുണ്ട സംവിധാനമായ യാക്കുസകളെക്കുറിച്ചുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. ആയോധന കലയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുള്ള വേഷവിധാനം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി തിരശീലയിലെത്തിക്കുന്നു എന്ന് വ്യക്തം. അഡ്രിനാലിൻ പമ്പിംഗ് പോരാട്ട സ്വീക്വൻസുകൾ എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിലെ സ്റ്റണ്ട് രംഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഓരോ സ്റ്റണ്ട് രംഗവും കാണുമ്പോൾ നമ്മുടെ അഡ്രിനാലിൻ കൂടുതൽ ഉൽപ്പാദനം നടത്തുകയും ആ ഹോർമോൺ ശരീരത്തിൽ നിറയുകയും കൂടുതൽ ഹൃദയമിടിപ്പുകൾ ശക്തമാവുകയും ചെയ്യും എന്ന സൂചന. തഗ് ലൈഫ് ഒരു മനുഷ്യൻ്റെ ക്രൂരവും ക്ഷമിക്കാത്തതുമായ ഒരു മോബ്സ്റ്റേഴ്സ് ലോകത്തിലൂടെയുള്ള യാത്രയുടെ ദൃശ്യ പരിവേക്ഷണമാണ് എന്നവർ പറയുന്നു. ഇവിടെയാണ് യാക്കൂസുകൾ ആരാണ് എന്ന് നമുക്കൊന്ന് തിരയേണ്ടത്. യാക്കൂസ ജപ്പാനിൽ നിന്നുള്ള ഒരു പരമ്പരാഗത സംഘടിത കുറ്റവാളി സംഘമാണ്. 17ാം നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞ യാക്കൂസ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളാണ്. ജപ്പാനിൽ ഏകദേശം 84,700 അംഗങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ജപ്പാന് പുറമെ ഏഷ്യൻ രാജ്യങ്ങൾ, അമേരിക്ക തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഇവരുടെ വേരുകളുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിന് ശേഷം യുദ്ധകാലത്തെ ഒരു ശാന്തത. അതിനുശേഷം യാക്കൂസ് സംഘങ്ങൾ വീണ്ടും ശക്തമായി. 2007 ജാപ്പനീസ് സർക്കാർ കണക്കുകൂട്ടിയത് ജപ്പാനിലും വിദേശത്തും 2500 വ്യത്യസ്ത കുടുംബങ്ങളിലായി 1,02,000-ലധികം യാക്കൂസ അംഗങ്ങളുണ്ട് എന്നാണ്. 1861 ബുറാക്കുമിനെതിരായ വിവേചനം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു ജപ്പാൻ. എങ്കിലും പല സംഘാംഗങ്ങളും ആ പുറത്താക്കപ്പെട്ട വിഭാഗത്തിൻ്റെ പിൻഗാമികളാണ്. മറ്റുള്ളവർ വംശീയ കൊറിയക്കാർ. അവർ ജാപ്പനീസ് സമൂഹത്തിൽ ഗണ്യമായ വിവേചനം നേരിട്ടിരുന്നു ഒരു കാലഘട്ടത്തിൽ. യാക്കൂസ ഒരു വല്ലാത്ത സംസ്കാരമാണ്. അവരുടെ മുദ്ര പതിപ്പിച്ച വശങ്ങളിൽ ഈ സംഘങ്ങളുടെ ഉത്ഭവത്തിൻ്റെ കഥ പറയാം. ആധുനിക ടാറ്റൂയിങ് ലോകത്ത് പോലും അവരേറെ വ്യത്യസ്തമാണ്. പുതിയ ടാറ്റൂയിങ് സംവിധാനങ്ങൾ ഉപയോഗിച്ചല്ല അവർ ദേഹത്ത് ടാറ്റു ചെയ്യുന്നത്. തങ്ങളുടെ ദേഹമാസകലം അവർ ടാറ്റു ചിത്രങ്ങളാൽ ആലേഖനം ചെയ്യുന്നു. തങ്ങളുടെ ജനനേന്ദ്രിയം പോലും അവർ പൂർണ്ണമായി ടാറ്റു ചെയ്ത നിലയിലാക്കും. ഇത് അവിശ്വസനീയമാം വിധം വേദനാജനകമായ ഒരു പാരമ്പര്യമാണ്. യാക്കൂസ അംഗങ്ങൾ പരസ്പരം കാർഡുകൾ കളിക്കുമ്പോൾ അവർ അവരുടെ ഷർട്ടുകൾ നീക്കം ചെയ്യും. ശരീരകല പ്രദർശിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ബക്കുട്ടോ പാരമ്പര്യങ്ങൾക്ക് ഒരു അംഗീകാരമായി അവർ പൊതുസ്ഥലത്ത് നീളൻ കൈകൾ കൊണ്ട് മറയ്ക്കും. യാക്കൂസ സംസ്കാരത്തിൻ്റെ മറ്റൊരു വേദനാജനകമായ കഥയുണ്ട്. തങ്ങളുടെ ചെറുവിരലിൻ്റെ സന്ധി മുറിക്കുന്ന അവരുടെ രീതി. ഒരു യാക്കൂസ അംഗം തൻ്റെ ബോസിനെ ധിക്കരിക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ അനിഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ ക്ഷമാപണമായി യുബിത്സ്യം നടത്തുന്നു. കുറ്റവാളി തൻ്റെ ഇടതു ചെറുവിരലിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുന്നു. കൂടുതൽ ലംഘനങ്ങൾ മൂലം കൂടുതൽ വിരലുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു. വിരലുകളുടെ സന്ധികൾ നഷ്ടപ്പെടുന്നതോടെ ഗുണ്ടാസംഘത്തിൻ്റെ വാൾപിടി ദുർബലമാകുന്നു. സൈദ്ധാന്തികമായി സംരക്ഷണത്തിനായി ഗ്രൂപ്പിലെ മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്ക് ഇത് കലാശിക്കും.
ഇന്ന് പല യാക്കൂസാംഗങ്ങളും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ കൃത്രിമ വിരലുകൾ ധരിക്കുന്നു. ഇന്ന് ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ക്രൂരന്മാരായ യാക്കൂസ സിൻഡിക്കേറ്റുകൾ കോംബെ ആസ്ഥാനമായുള്ള യമഗൂച്ചി ഗുമിയിലാണ്. ജപ്പാനിൽ സജീവമായ യാക്കൂസകളിൽ പകുതിയിലേറെ പേർ ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒസാക്കയിൽ നിന്ന് ഉത്ഭവിച്ച് ഏകദേശം 20,000 അംഗങ്ങളുള്ള സുമിയോഷി കൈ, ടോക്കിയോയിൽ നിന്നും യോക്കോഹോമയിൽ നിന്നുമുള്ള 15,000 അംഗങ്ങളുള്ള ഇനാഗാവ കെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത് തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവരുടെ നിയമ സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സമൂഹമാണ് യാക്കൂസ. ജാപ്പനീസ് ബിസിനസ് ലോകം അവർ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്നു. ബാങ്കിംഗ് മേഖല, റിയൽ എസ്റ്റേറ്റ് വിപണി എന്നിവയുമായി അവർ കടുത്ത ബന്ധം. എതിർക്കുന്നവരെ നിഷ്കരണം വധിക്കും. 1995 ജനുവരി 17-നുണ്ടായ അത്യന്തം വിനാശകരമായ കോംബെ ഭൂകമ്പത്തിന് ശേഷം സംഘം ജന്മനഗരങ്ങളിലെ ഇരകളെ ആദ്യം സഹായിക്കാൻ ഓടിയെത്തി. 2011 ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം യാക്കൂസകൾ തന്നെയാണ് സഹായ ഹസ്തവുമായി ആദ്യം പ്രദേശവാസികൾക്കിടയിൽ ഓടിയെത്തിയത്. ഓരോ പ്രദേശങ്ങളിലുമുള്ള ചെറിയ കുറ്റവാളികളെ ഇവർ അടിച്ചൊതുക്കും. പിന്നീട് പ്രദേശത്തിൻ്റെ നിയന്ത്രണം അവർ കൈയാളും. എതിർക്കുന്നവരെ കൊന്നൊടുക്കും. യാക്കൂസ സിൻഡിക്കേറ്റുകൾ ശക്തമായ പ്രദേശങ്ങളിൽ യാക്കൂസയല്ലാത്ത മറ്റൊരു ക്രിമിനലിനും നിലനിൽക്കുക സാധ്യമല്ല. കാരണം അവരുടെ ജീവൻ അവിടെ നിഷേധിക്കപ്പെടും. 1995 മാർച്ചിൽ ക്രിമിനൽ ഗുണ്ടാംഗങ്ങളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമം എന്ന പേരിൽ കർശനമായ പുതിയൊരു റാക്കറ്റിംഗ് വിരുദ്ധ നിയമം ജപ്പാൻ പാസാക്കി. 2008 ഒസാക്ക സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് യാക്കൂസയുമായി ബന്ധമുള്ള അതിൻ്റെ എല്ലാ ലിസ്റ്റ് ചെയ്ത കമ്പനികളെയും നീക്കം ചെയ്തു. 2009 മുതൽ ജപ്പാനിലുടനീളം പോലീസ് ഗുണ്ടാസംഘ മേധാവികളെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. യാക്കൂസകൾ സഹകരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. എന്നാൽ യാക്കൂസ സിൻഡിക്കേറ്റുകളെ അപ്രത്യക്ഷമാക്കാൻ ഇതുവരെ ജപ്പാന് കഴിഞ്ഞിട്ടില്ല. അവർ അത്രയേറെ ശക്തരാണ്. 300 വർഷത്തിലേറെ അവർ പൊരുതി നിൽക്കുന്നു. വെറും മാഫിയ സംവിധാനം മാത്രമല്ല യാക്കൂസകൾ. ജാപ്പനീസ് സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പല വശങ്ങളുമായി അവർ കടുത്ത ബന്ധമുണ്ട്. 1603, 1868 കാലഘട്ടത്തിൽ ബഹിഷ്കൃത ഗ്രൂപ്പുകളിൽ നിന്നാണ് യാക്കൂസയുടെ ഉത്ഭവം. ആ ഗ്രൂപ്പുകളിൽ ആദ്യത്തേത് ടെക്കിയ എന്ന വിഭാഗം. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിച്ച് ഉത്സവങ്ങളിലും വിപണികളിലുമൊക്കെ താഴ്ന്ന നിലവാരമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു വിഭാഗം. അലഞ്ഞു തിരിച്ച് നടക്കുന്ന ഈ കച്ചവടക്കാരെ മുഖ്യധാര സമൂഹം അകറ്റി നിർത്തി. പല ടെക്കിയകളും ബുറാക്കുമിൻ സാമൂഹിക വിഭാഗത്തിൽപ്പെട്ടവർ. തികച്ചും ബഹിഷ്കരിക്കപ്പെട്ട മനുഷ്യരല്ലാത്തവരായ ഒരു കൂട്ടരെന്നാണ് ഇവരെ മുഖ്യധാര സമൂഹം വിശേഷിപ്പിച്ചത്. ജാപ്പനീസ് ഫ്യൂഡൽ സാമൂഹിക ഘടനയ്ക്ക് പുറത്തുള്ളവരായിരുന്നു യാക്കൂസ വിഭാഗത്തിൽപ്പെട്ടവർ. 1700കളുടെ തുടക്കത്തിൽ തെക്കിയകൾ മേലധികാരികളുടെയും നേതൃത്വത്തിൽ ചെറിയ ഗ്രൂപ്പുകളായി സംഘടിക്കാൻ തുടങ്ങി. ഉയർന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള അവഗണന മൂലം ഒളിച്ചോടിയവരുടെ പിന്തുണയോടെ അവരുടെ സംഘടന വളർന്നു. പിന്നീട് തെർക്കികൾ നടത്തിയ ടർഫ് യുദ്ധങ്ങളെക്കുറിച്ചാണ് ലോകം കേൾക്കുന്നത്. അവർ തങ്ങളുടെ കൂട്ടാളികൾക്ക് സംരക്ഷണ റാക്കറ്റുകൾ ഒരുക്കി. പിന്നീടവർ സംഘടിത കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു. 1735-നും 49-നുമിടയിൽ ടെക്കിയയിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഗുണ്ടായുദ്ധങ്ങൾ. അവർ നടത്തിയ വഞ്ചന കുറയ്ക്കാനും ഒയാബൂണിനെ അല്ലെങ്കിൽ ഔദ്യോഗികമായി അംഗീകരിച്ച മേലധികാരികളെ നിയമിക്കാനുമൊക്കെ ഈ യുദ്ധങ്ങൾ ഇടവരുത്തി. പിന്നീട് ഒയാബൂൺ, അതായത് അവരുടെ തലവന് ഒരു കുടുംബപ്പേര് ഉപയോഗിക്കാനും വാൾ വഹിക്കാനും അനുവാദം ലഭിക്കുന്നു. മുമ്പ് സമുറായികൾക്ക് മാത്രമായിരുന്നു ആയുധങ്ങൾ വഹിക്കാനുള്ള അവകാശം. യാക്കൂസയ്ക്ക് കാരണമായ രണ്ടാമത്തെ വിഭാഗം ബക്കൂട്ടോ അഥവാ ചൂതാട്ടക്കാരായിരുന്നു. 1600, 1800 കാലഘട്ടത്തിൽ ചൂതാട്ടം കർശനമായി ജപ്പാനിൽ നിരോധിച്ചിരുന്നു. ഇന്നും ചൂതാട്ടം ജപ്പാനിൽ നിയമവിരുദ്ധമാണ്. ശക്തമായ ഒരു ശ്രേണി ഘടനയാണ് ഇവർ സംഘടനയ്ക്കായി പിന്തുടരുന്നത്. ഒയബൂൻ അഥവാ തലവൻ അവരുടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നു. മയക്കുമരുന്ന് കടത്ത്, ചൂതാട്ടം, പലിശവട്ടി, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, ബ്ലാക്ക് മെയിൽ, ഹിറ്റ്മാൻ സേവനങ്ങൾ തുടങ്ങിയവയാണ് അവരുടെ സംഘടിത കുറ്റകൃത്യങ്ങൾ. അവർ തങ്ങളുടെ ശക്തിയും ആയോധന വൈദഗ്ധ്യവും ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരുന്നു.
ഇത് യാക്കൂസുകളുടെ ആദ്യകാല ഗുണ്ടായിസത്തിന് കരുത്തു പകർന്നു. ഇന്ന് യാക്കൂസുകളുടെ സംഘടിത കുറ്റകൃത്യത്തിന് അവർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വരെ ഉപയോഗപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഏത് ഭാഗത്തേക്ക് മയക്കുമരുന്നുകൾ കടത്താനും അവർക്ക് നിഷ്പ്രയാസം കഴിയും. എമ്പുരാൻ പറഞ്ഞ കഥ തഗ് ലൈഫിന് സമാനമാണ് എന്ന തോന്നലാണ് തഗ് ലൈഫിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. യാക്കൂസകളുടെ ആ ലോകത്തേക്ക് കമലഹാസൻ എന്ന നായകൻ കടന്നു ചെല്ലുമോ? രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ജപ്പാന്റെ സാമ്പത്തിക തകർച്ച യാക്കൂസകളുടെ വളർച്ചയ്ക്ക് കാരണമായി. കരിഞ്ചന്ത, മയക്കുമരുന്ന് കടത്ത്, വേശ്യാവൃത്തി എന്നിവയിലൂടെ അവർ വലിയ ലാഭം കൊയ്തു. 1960കളിൽ യമാഗുച്ചി ഗുമി ജപ്പാനിലെ ഏറ്റവും വലിയ യാക്കൂസ കുടുംബമായി മാറി. മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ യാക്കൂസയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന ധാരണ പൊതുവെ സിനിമാ പ്രേമികൾക്കിടയിൽ ഇപ്പോൾ ശക്തമാണ്. യാക്കൂസ എന്നാൽ ജപ്പാൻ ഭാഷയിൽ ഗാങ്സ്റ്റർ എന്നാണ് അർത്ഥം. ടീസറിൽ കാണിക്കുന്ന ആക്ഷൻ രംഗങ്ങളും കഥാപാത്രത്തിൻ്റെ വേഷവിധാനവുമൊക്കെ യാക്കൂസ പ്രചോദിതമായ ഒരു ഗാങ്സ്റ്റർ ശൈലിയെ സൂചിപ്പിക്കുന്നു. ഗാങ്സ്റ്റർ ഒരു പീരിയോഡിക് ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമയെന്നാണ് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത്. യാക്കൂസയുടെ പരമ്പരാഗത കോഡുകളോ ആചാരങ്ങളോ നേരിട്ട് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ടീസറിലെ യാക്കൂസ എന്ന പരാമർശവും കഥാപാത്രത്തിൻ്റെ ഗാങ്സ്റ്റർ ശൈലിയും ജാപ്പനീസ് യാക്കൂസ സംസ്കാരത്തിൽ നിന്നുള്ള പ്രചോദനം സൂചിപ്പിക്കുന്നു. തഗ് ലൈഫ് ഒരു യാക്കൂസ പ്രചോദിത ഗാങ്സ്റ്റർ ഡ്രാമയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ യാക്കൂസയെക്കുറിച്ചുള്ള സെർച്ചുകളും വളരെ ശക്തമാണ്. ലോകം വിറപ്പിക്കുന്ന ഗാങ്സ്റ്റർ, ആ സിൻഡിക്കേറ്റിന് മുന്നിൽ ജപ്പാൻ സർക്കാർ പോലും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. ജപ്പാനിൽ മാത്രമല്ല, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ വലിയ വേരോട്ടമുണ്ട് ഈ യാക്കൂസ സംഘാംഗങ്ങൾക്ക്. ലോകം നിയന്ത്രിക്കുന്ന ഈ മാഫിയ സിൻഡിക്കേറ്റിനെ കുറിച്ച് ഏത് തലത്തിലാണ് ഇനി തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ പരാമർശമുണ്ടാകുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.